ശ്രീത്തെ ഇസ്ലാമോഫോബിയ ആകും എന്നുള്ള ഒരു മുൻവിധിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണല്ലോ ഇത് വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് വന്നിട്ടുള്ളത്. അത് സംശയമില്ലല്ലോ, അത് പൊതിഞ്ഞു പറയേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും. അല്ല, അവിടെ തന്നെയാണ് എൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ചോദ്യം. അതായത് പാർട്ടീഷൻ ഹൊറേഴ്സ് നമ്മൾ ഓർക്കുക എന്ന് പറയുമ്പോൾ അതിൽ എന്തിനാണ് നമ്മുടെ നാട്ടിലുള്ള ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിലുള്ള ഭിന്നിപ്പിക്കുന്നതിനും ധ്രുവീകരിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു വർഗീയതയാണ് അതിന് പിന്നിൽ എന്ന് പറയേണ്ടുന്നത് എന്തിനാണെന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അതായത് നമ്മുടെ പ്രശ്നം ആരുമായിട്ടാണ്? നമ്മുടെ പ്രശ്നം പാകിസ്ഥാനുമായിട്ടാണ്. ആ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് പാകിസ്ഥാനിലെ മുസ്ലിം ലീഗാണ്. അവിടെ ഉണ്ടായിരുന്ന മുസ്ലിം നേതാക്കന്മാരെന്ന് പറയുന്നത് പാകിസ്ഥാനിലെ നേതാക്കന്മാരാണ്. മറിച്ച് ഇന്ത്യയുടെ ഭാഗത്ത് നിന്നിരിക്കുന്ന നേരത്തെ ശ്രീ രാഹുൽ പറഞ്ഞതുപോലെയുള്ള അബുൽ കലാം ആസാദിനെ പോലെയുള്ള എത്രയോ ശ്രദ്ധേയരായിട്ടുള്ള മുസ്ലിം നേതാക്കന്മാർ നമുക്കുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് നമ്മുടെ രാജ്യം ഇന്ന് അതിനെ പറ്റി ഓർക്കുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള വിദ്വേഷം നമുക്കുണ്ടാകുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ അപ്പുറത്ത് താമസിക്കുന്ന മുസ്ലിങ്ങളോടാവുന്നത് എങ്ങനെയാണ്? നമ്മുടെ അയൽവാസിയായിട്ടുള്ള നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള ഹിന്ദുക്കളോടായിട്ട് മാറുന്നത് എങ്ങനെയാണ്? ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ ഡിക്ലറേഷൻ വരുന്ന സമയത്ത് ശ്രീ രാഹുൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും അതിലുണ്ട്. ആ ഡിക്ലറേഷൻ ഒന്ന് എടുത്ത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാകും. പ്രധാനമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടെ വന്നിരുന്നു. അതായത് നമ്മളിവിടെ ഓർക്കുന്നത് ആരെയാണ്? അകാരണമായി മരണപ്പെട്ട മനുഷ്യരെയാണെന്നേ. നമ്മൾ ഈ പറയുന്ന 20 ലക്ഷം മനുഷ്യരെന്ന് പറയുന്നത് മുസ്ലിങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ടോ ഹിന്ദുക്കളെ കൊല്ലാൻ വേണ്ടിയിട്ടോ പോയിരുന്ന മനുഷ്യരല്ല, അകാരണമായിട്ട് മരണപ്പെട്ട മനുഷ്യരാണ്. അവരുടെ മരണത്തിനൊരു കോസ് ഉണ്ടായിരുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം, അവരുടെ ഉറ്റ ബന്ധുക്കൾ, അവരുടെ കുടുംബം അതിനെ കരുപ്പിടിപ്പിച്ചിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിൽക്കാം എന്ന് കരുതി ഇങ്ങനെ ട്രാൻസ്മൈഗ്രേഷന് വിധേയമായിട്ടുള്ള ആൾക്കാരാണ്. ആ ആൾക്കാരെ ഓർക്കുന്ന സമയത്ത് ഇന്നത്തെ കാലത്ത് 10-80 വർഷത്തോളം ആയതിനു ശേഷം ഇന്ന് നമ്മൾ വന്നിരുന്നിട്ട് പറയുകയാണ്, അയ്യോ അങ്ങനെ ഓർത്തു കഴിഞ്ഞാൽ അത് ഹിന്ദു മുസ്ലിം ഭീകരത ഉണ്ടാകും, ഡിവൈഡ് ഉണ്ടാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതസ്പർദ്ധ എന്ന വാക്കാണല്ലോ ഉപയോഗിക്കുന്നത് ശ്രീ റോണി കെ ബേബി. അതെന്തിനാണ് അത്തരത്തിലുള്ള പ്രചാരണങ്ങളിലേക്ക് നിങ്ങൾ പോകുന്നത്? കാരണം ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീജിത്ത് പണിക്കർ അദ്ദേഹം പല സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അവസാനം അദ്ദേഹം യുഎന്നിന്റെ കാര്യം തന്നെ വന്ന് പറഞ്ഞു ഹോളോകോസ്റ്റ്. അപ്പൊ നമുക്കറിയാം ഹോളോകോസ്റ്റ് എന്ന വാക്കിനർത്ഥം വംശഹത്യ. വംശഹത്യ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് വൺ സൈഡഡ് ആണ്. അപ്പൊ നമ്മൾ ജർമ്മനിയിൽ വംശഹത്യയെ കുറിച്ച് നമുക്ക് അനുസ്മരിക്കാം. കാരണം അവിടെ ഭരണകൂടത്തിന്റെ തണലില് അഡോൾഫ് ഹിറ്റ്ലറിന്റെ നേതൃത്വത്തിൽ ജൂതവിരോധം അടിച്ചിറക്കി അവിടെ ഒരു തിയറി കൊണ്ടുവന്ന് അവിടെ കോടിക്കണക്കിന് ആളുകളെ, ലക്ഷക്കണക്കിന് യഹൂദരെ ഏകപക്ഷീയമായിട്ട് കൊന്നൊടുക്കി. പക്ഷേ ഇവിടെ നമ്മൾ അങ്ങനെ ഒരു ഹോളോകോസ്റ്റ് ആയി ഈ ഇന്ത്യയിൽ ഉണ്ടായ വിഭജനം, 1947 വിഭജനവും അതിന് ചുറ്റുപാടും ഉണ്ടായ സാഹചര്യങ്ങളും അല്ലെങ്കിൽ ഈ പറയുന്ന 2 മില്യൺ ആളുകൾ കൊല്ലപ്പെട്ടതും അതിനെയൊക്കെ നമ്മളും ഒരു ഹോളോകോസ്റ്റ് എന്ന രീതിയിലേക്ക് പ്രസന്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അപകടം എന്ന് പറയുന്നത് അത് ഏകപക്ഷീയമായി പോകും. അതിനെയാണ് ഞങ്ങളിവിടെ എതിർക്കുന്നത്. കാരണം BJP ആഗ്രഹിക്കുന്നത് RSS, കാരണം അവർ അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർ ഈ കാലാകാലങ്ങളായി RSSും BJPയും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇവിടെ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന്റെ ഏക ഉത്തരവാദി എന്ന് പറയുന്നത് മുസ്ലിങ്ങൾ മാത്രമാണ് എന്നതാണ് അവരുടെ തിയറി. അവരുടെ സിദ്ധാന്തം ഇതാണ്, അവരുടെ അടിസ്ഥാന വിശ്വാസം അതാണ്. അവർ അതിൻ്റെ അകത്ത് മാറാൻ തയ്യാറാണോ? അങ്ങനെയെങ്കിൽ അല്ലെങ്കിൽ ഈ പറയുന്നതുപോലെ ഈ ഇന്ത്യ വിഭജനത്തിന് ഈ പറയുന്ന മുസ്ലിം സമുദായത്തിനോടൊപ്പം തന്നെ ഹിന്ദു മതത്തിലെ തീവ്ര നിലപാടുകാർ, ഹിന്ദു മഹാസഭ ഉൾപ്പെടെ അല്ലെ തീവ്ര ഹിന്ദുത്വ ചിന്ത പുലർത്തിയവരുൾപ്പെടെ ഇവരും അതിൻ്റെ അകത്ത് ഉത്തരവാദികളാണ് എന്ന് ഇവർ സമ്മതിക്കാൻ തയ്യാറാണോ? അതാണ് ഇവിടെ വരുന്ന കാതലായിട്ടുള്ള പ്രശ്നം. ഇതിനെ നമ്മൾ വൈറ്റ് വാഷ് ചെയ്ത് കാണരുത്. ഇവിടെ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞു ഈ കൊല്ലപ്പെട്ട ആളുകൾ അവർ കൊല്ലപ്പെടുവാനായിട്ട് ഒരു കോസ് ഇല്ലായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. പക്ഷെ വളരെ കൃത്യമായിട്ട് കോസ് ഉണ്ടായിരുന്നു. കാരണം മതമായിരുന്നു, മതത്തിന്റെ പേരിലുണ്ടായിരുന്ന വംശഹത്യ തന്നെയാണ്. കാരണം ട്രെയിനിൽ പാകിസ്ഥാൻ എന്ത് അബദ്ധമാണ് താങ്കൾ പറഞ്ഞത്? ജനാധിപത്യ വിരുദ്ധമാണ്, മനുഷ്യത്വ വിരുദ്ധമാണ്. ആ മരിച്ചിരുന്ന ആൾക്കാരെ മരണപ്പെടാനുള്ള കോസ് എന്ന് പറയുന്നത് മതമാണെന്നാണ് താങ്കൾ പറയുന്നത്. കാരണം മതം നോക്കിയാണ് ആക്രമിച്ചത്. കാരണം ഈ ഇന്ത്യയിൽ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോകുന്ന അഭയാർത്ഥികൾ അങ്ങനെയാണെങ്കിൽ ഈ മരിച്ച ആളുകളെ മുഴുവൻ കൂട്ടിക്കൊല ചെയ്തത് എന്താ? അല്ല, അങ്ങനെയാണെങ്കിൽ മരിച്ച 20 ലക്ഷം പേരെ കൊന്ന എത്ര പേരുണ്ടാവും? മരിച്ച 20 ലക്ഷം പേരെ കൊന്ന എത്ര പേരുണ്ട്? അവരെവിടെ പോയി? അതിനകത്ത് ഇപ്പൊ നമുക്ക് 80 വർഷം മുമ്പ് നടന്ന അവരെവിടെ പോയി? ആളുകൾ 20 ലക്ഷം മരിച്ചതിന്റെ കാരണം അറിയാൻ, കൊന്നവരെ അറിയില്ല. അതാണ് നോക്കൂ, അത് പറയുന്നത് അതിനകത്ത് ഒരേ സമയം തന്നെ അങ്ങയുടെ മതമൗലികവാദികളുണ്ട്, ഹിന്ദു മതമൗലികവാദികൾ. കോൺഗ്രസിന്റെ റോണി കെ ബേബി പറയുന്നത് ഇപ്പോൾ വംശഹത്യ എന്ന് പറയുന്നത് ഏകപക്ഷീയമാണ്, വൺ സൈഡഡ് ആണ് എന്നുള്ള രീതിയിലേക്കാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അല്ല, അങ്ങനെയാണ്. നോക്കൂ, അങ്ങനെയാണെങ്കിൽ എനിക്ക് അദ്ദേഹത്തിനോട് ചോദിക്കാനുള്ളത് എന്തിനാണ് സാർ? അല്ല സാർ, എന്തിനാണ് സാർ? അല്ല, ഇതോടെ ചേർത്ത് പറഞ്ഞോളൂ. ഇതോടെ ചേർത്ത് മറുപടി പറയുമ്പോൾ അങ്ങ് പറഞ്ഞാൽ മതി. എനിക്ക് ക്ലാരിറ്റിക്ക് വേണ്ടിട്ട് ചോദിക്കുകയാണ് ഞാൻ. ഒരു സെക്കൻഡ് ഞാൻ ചോദിക്കുന്നതിനും കൂടെ ചേർത്തിട്ട് മറുപടി പറഞ്ഞു. ഞാൻ പറഞ്ഞിരിക്കുന്നതിന് താങ്കൾ ഹോളോകോസ്റ്റ് മാത്രമേ പിടിച്ചുള്ളല്ലോ. താങ്കളുടെ റഡാർ പിടിക്കാതെ പോയ മറ്റു 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. ഒന്ന്, ജനസൈഡ് റിമെമ്പറൻസ് ഡേ. ആരുടെ? ബംഗ്ലാദേശിൽ. എന്തിന്റെ പേരിലായിരുന്നു? വംശഹത്യയാണ്. താങ്കൾക്ക് വേണമെങ്കിൽ അതിനെ കൂടി എടുത്തിട്ട് ഹോളോകോസ്റ്റിൽ പറയാം. പക്ഷേ
ഹോളോഡോമർ മെമ്മോറിയൽ ഡേ എന്ന് പറഞ്ഞാൽ യുക്രൈനിൽ പറഞ്ഞിരിക്കുന്നത് ഫാമിനാണ് സർ. ഫാമിനാണ്, പട്ടിണി, മനുഷ്യനിർമ്മിതമായിട്ടുള്ള പട്ടിണി. ആ പട്ടിണിയുടെ പേരിൽ ആൾക്കാർ മരിച്ചു എന്നാണ്. അതേപോലെ തന്നെ ജാലിയൻ വാലാബാഗ് മെമ്മോറിയൽ ഉണ്ടല്ലോ, കോൺഗ്രസിന്റെ കാലത്താണല്ലോ പണിതത്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ മരിച്ചിരിക്കുന്ന ആരാ? ഒരു കമ്മ്യൂണിറ്റിയാ? സിഖുകാർ മാത്രമാണ് അന്ന് മരിച്ചിരിക്കുന്നത്. ഹണ്ടർ കമ്മീഷൻ റിപ്പോർട്ട് ഉണ്ടല്ലോ. ഹണ്ടർ കമ്മീഷൻ റിപ്പോർട്ടിൽ വളരെ കൃത്യമായിട്ട് ഏതൊക്കെ മതവിഭാഗങ്ങളിലുള്ള ആൾക്കാർ, മുസ്ലിങ്ങൾ, ഹിന്ദുക്കൾ, സിഖുകാർ എല്ലാവരും മരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ വംശഹത്യ മാത്രമായിരുന്നെങ്കിൽ നമുക്ക് മെമ്മോറിയൽ വെക്കുന്നത് പറയാം. കോൺഗ്രസ്സുകാരനായിട്ടുള്ള ശ്രീ റോണി കെ ബേബി ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന വാദം ഈ ഇതിന്റെ മെമ്മോറിയലിൽ തന്നെ പൊളിഞ്ഞില്ലേ, ജാലിയൻ വാലാബാഗിൽ. അത് വംശഹത്യ അല്ലല്ലോ. പിന്നെ എന്തിനാ നമ്മൾ മെമ്മോറിയൽ കിട്ടി അതിനെ നമ്മൾ ആചരിക്കുന്നത്? എന്തിനാ ആ ദിവസം നമ്മൾ അനുസ്മരിക്കുന്നത്? എന്തിനാ? വംശഹത്യ ആയിട്ടാണോ? അത് വംശഹത്യൊന്നുമല്ല. അത് വംശഹത്യയല്ല. അവിടെ ഉണ്ടായിരുന്നത് പാവപ്പെട്ട ഇന്ത്യക്കാർ അവിടെ ഒത്തുകൂടിയിരുന്ന സമയത്ത് അവർക്കെതിരെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, മരിക്കാൻ ഒരു കാരണമില്ലാതിരുന്ന ആൾക്കാർക്ക് നേരെ നിറയൊഴിക്കുകയാണ്. അതേപോലെ തന്നെയാണ് സാർ ഈ ഡിസ്പ്ലേസ്ഡ് ആയിട്ടുള്ള 2 കോടി ആൾക്കാർ. ആ 2 കോടി ആൾക്കാരോട് നിങ്ങൾ വ്യക്തിപരമായി ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ഈ പാർട്ടീഷനെ അനുകൂലിക്കുന്ന ആൾക്കാർ പോലും ആയിരിക്കത്തില്ല. നമുക്ക് ഒന്നിച്ച് കഴിയാം എന്ന് കരുതുന്ന എത്രയോ നല്ല ആൾക്കാർ, പാവപ്പെട്ട ആൾക്കാർ ഉണ്ടായിരിക്കും. അല്ലാതെ റാഡിക്കലായി ചിന്തിക്കുന്ന ആൾക്കാരും ഒരുപക്ഷെ ഉണ്ടായിരുന്നിരിക്കാം. എന്ന് പറഞ്ഞിട്ട് അവർക്ക് മരിക്കാൻ ഒരു കാരണമില്ല എന്ന് ഞാൻ പറയുമ്പോൾ കാരണം ഉണ്ടായിരുന്നുവെന്നും ആ കാരണം എന്ന് പറയുന്നത് മതദ്രോഹമാണെന്നും വിദ്വേഷമാണെന്നൊക്കെ പറഞ്ഞത് ആ മരിച്ച ആൾക്കാരുടെ ഓർമ്മയെ പോലും കളങ്കപ്പെടുത്തുന്നുണ്ടെന്നേ. അത് മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള പ്രസ്താവനയാണ്. അങ്ങനെ ഇതാണ് പ്രശ്നം. നമ്മൾ അവരെ ഓർത്ത് അവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ തൊഴുകൈകളോടെ നിൽക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ദിവസം കൊണ്ടുവരുമ്പോൾ താങ്കൾ ഇവിടെ വന്നിരുന്ന ഒരു ചർച്ചയിൽ കോൺഗ്രസ് പ്രതിനിധി എന്ന് പറഞ്ഞ് അവരെ അപമാനിക്കുകയാണ്. എന്നിട്ട് പറയണ വംശഹത്യ ആണെങ്കിൽ മാത്രം നമുക്ക് ഓർക്കാമെന്ന്. അതെന്താ, വേറെ ഒന്നും നിങ്ങൾ ഓർക്കുന്നില്ലേ? വംശഹത്യ അല്ലാത്ത വേറെ ഒരു ദിവസവും നമ്മുടെ നാട്ടിൽ ആരും ഓർക്കാറില്ലേ? വേറെ ഒരു ദിവസവും നമ്മൾ ഓർക്കാറില്ലേ? കോൺഗ്രസ് ഓർക്കാറില്ലേ? നമ്മുടെ നാട്ടിൽ എത്രയോ മാർട്ടയേഴ്സ് ഡേ ഉണ്ടല്ലോ. മാർട്ടയേഴ്സ് ഡേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആചരിക്കുന്നത് എന്തിനാ? വംശഹത്യയാണോ? ഇന്ദിരാഗാന്ധിയുടെ വംശഹത്യയായിരുന്നു ഇന്ദിരാഗാന്ധിയെ കൊന്നിരിക്കുന്നത്. നമ്മൾ അനുസ്മരിക്കുന്നില്ലേ? മഹാത്മാഗാന്ധിയെ കൊന്നിരിക്കുന്ന വംശഹത്യയായിരുന്നോ? നമ്മൾ അനുസ്മരിക്കുന്നില്ലേ? നല്ല ഓർക്കാൻ നമുക്ക് താല്പര്യമുള്ള ഒരു ഇൻസിഡന്റ് ആണോ അത്? അല്ലല്ലോ. ഇവരെല്ലാവരും കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത് ട്രാജിക് ഇൻസിഡന്റ് ആണ്. പക്ഷെ ആ ട്രാജിക് ഇൻസിഡന്റ് നമ്മൾ അനുസ്മരിക്കുന്നത് എന്തിനാന്നേ? ഇനി ഇങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോസിന് വേണ്ടിയിട്ട് അവർ മരിച്ചിരിക്കുന്ന ആൾക്കാർ, അതല്ലെങ്കിൽ ഒരു കോസും ഇല്ലാതെ പാവപ്പെട്ട ആൾക്കാർ ഇതിന് ഇരയാക്കപ്പെട്ടിരിക്കുന്നു. ഈ ഇരയാക്കപ്പെട്ടിരിക്കുന്ന മുഖമില്ലാത്ത, പേരില്ലാത്ത ആൾക്കാരോട് നമുക്കൊരു മിനിമം കമ്മിറ്റ്മെന്റ് ഒരു രാജ്യത്തിന് വേണ്ടെന്നേ. ശരി ശ്രീ റോണി കെ ബേബി, അതായത് കോളേജുകളിൽ പോലും ഇത് വേണ്ട, സർവകലാശാലകളിൽ വേണ്ട എന്ന് പറയുമ്പോൾ അന്ന് നടന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ളതിൻ്റെ ഒരു സംവാദം പോലും നടത്തുവാൻ ആഗ്രഹിക്കുന്നില്ല. അത് യുവതലമുറയെ അറിയേണ്ട എന്നുള്ള വ്യക്തമായ ഒരു തടസ്സമാണല്ലോ അവിടെ വരുന്നത്, ഒരു ബഹിഷ്കരണമാണല്ലോ അവിടെ വരുന്നത്. അതായത് നിങ്ങളുടെ കാര്യം തന്നെ നിങ്ങൾ റദ്ദ് ചെയ്യുകയാണ്. നിങ്ങളായിരുന്നു മുൻപന്തിയിൽ നിന്ന് ഇത് ഓർത്തെടുക്കേണ്ടതും അവരെ അനുസ്മരിക്കേണ്ടതും ശ്രീ റോണി കെ ബേബി. അത് നിങ്ങൾ തന്നെ റദ്ദ് ചെയ്യുകയാണ്. ഈ ജാലിയൻ വാലാബാഗ് അനുസ്മരണം നടത്തുന്നതിലും ആദരവ് അർപ്പിക്കുന്നതിലും അതിലെ രക്തസാക്ഷികളെ നമ്മൾ അനുസ്മരിക്കുന്നതിലും ഞാനൊരു കുറ്റവും പറഞ്ഞിട്ടില്ല. കാരണം അത് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ നടന്ന ഒരു പോരാട്ടമാണ്. അതൊരു പൊളിറ്റിക്കൽ കോസാണ്. വളരെ കൃത്യമായി തന്നെ നമ്മുടെ രാജ്യത്തിന് വേണ്ടി ജീവൻ വെടിഞ്ഞ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായിട്ട് നടന്നതല്ല. അത് തെറ്റ്, ഫണ്ടമെന്റലി തെറ്റ്. ബൈശാഖി എന്ന് പറയുന്ന ഒരു ആഘോഷത്തിന് വേണ്ടിയിട്ട് അവിടെ കൂടിയ ആൾക്കാരാണ്. അവർ ബ്രിട്ടനെതിരെ പ്രതിഷേധിക്കാനൊന്നും വന്നവരൊന്നും അല്ല. ചരിത്രപരമായി അബദ്ധം പറയരുത് സാർ. അങ്ങനെ ഏകപക്ഷം എല്ലാം നിങ്ങളുടെ ഒരു ചരിത്ര ആഖ്യാനത്തിൽ പറയാതെ ഇത് വെൽ ഡോക്യുമെന്റഡ് ഹിസ്റ്ററിയാണ്. ഇറ്റ് ഈസ് എ വെൽ ഡോക്യുമെന്റഡ് ഹിസ്റ്ററി. ഇറ്റ് ഈസ് എ പീസ് ഓഫ് വെൽ ഡോക്യുമെന്റഡ് ഹിസ്റ്ററി. അവിടെ വന്നിരിക്കുന്ന ആൾക്കാരെല്ലാം സമാധാനപരമായി വന്നിരിക്കുന്ന ആൾക്കാരാണെന്നേ. വൈശാഖി ആഘോഷത്തിന് റൗലറ്റ് ആക്ടിനെതിരെ നടന്ന പ്രതിഷേധങ്ങളുടെ അവിടെ സമാധാനപരമായി വൈശാഖി ദിവസം ആഘോഷിക്കാൻ എത്തിയിരിക്കുന്ന ആൾക്കാരാണ്. സാഹോദര്യത്തോടു കൂടി. വൈശാഖി ഒരു മതവിഭാഗം മാത്രമല്ലെന്നേ. അതുകൊണ്ട് അവിടെ മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നത്, അതുകൊണ്ട് അവിടെ ഹിന്ദുക്കൾ ഉണ്ടായിരുന്നത്, സിഖുകാരുണ്ടായിരുന്നത്. അതൊന്നും അങ്ങനെ ഉണ്ടായിരുന്ന ഒരു കാര്യമല്ല. വെറുതെ അങ്ങനെ പറയരുത്. അതിന് താങ്കൾ കോസ് കൊണ്ടുവരിക. പറയട്ടെ, ഈ ഞാൻ പറയാം, റൗലറ്റ് ആക്ടിന് ശേഷം അവിടെ പട്ടാള നിയമം പ്രഖ്യാപിച്ചിരിക്കുകയായിരുന്നു പഞ്ചാബില്, അമൃത്സർ ഉൾപ്പെടെ. അപ്പോൾ അവിടെ വന്ന് സംഘടിച്ച ആളുകൾ, അതിനകത്ത് എല്ലാത്തരം ആളുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആരാണ് കൊന്നൊടുക്കിയത്? ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് ഈ ജാലിയൻ വാലാബാഗ് ഇൻസിഡന്റ്. അതുകൊണ്ടാണ് ജനറൽ ഡയറിനെതിരെ വെറുതെ ഏകപക്ഷം എന്തുകൊണ്ടാണ് ജനറൽ ഡയറിനെതിരെ പിന്നെ ഇവിടുന്ന് പോയി ഉദ്ധം സിംഗ് പോയി വെടിവെച്ച് കൊന്നത്? അതിനൊക്കെ വളരെ എന്താ ബ്രിട്ടീഷുകാര് അത് പിന്നെ കൂട്ടക്കൊല. അതുകൊണ്ടാണ് ഇതിന്റെ താങ്കൾ പറയുന്ന ടൈം ലൈൻ തെറ്റാണ്. താങ്കൾ പറയുന്ന ടൈം ലൈൻ തെറ്റാണ്. ഈ ഓഗസ്റ്റ് 14-ാം തീയതി ഉണ്ടായതിനെ റൈറ്റ് എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. റൈറ്റ് അല്ലാതെ നമ്മൾ അതിനെ ഈ പറയുന്ന വംശഹത്യ എന്ന വാക്കല്ല. വംശഹത്യ എനിക്ക് റൈറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ 2 പക്ഷമുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്, ഇതിനകത്ത് 2 പക്ഷവും ഉണ്ട് എന്ന് അംഗീകരിച്ചാൽ നിങ്ങൾ തയ്യാറാണോ?
അവിടെയാണ് ഇതിനകത്ത് കാതലായ പ്രശ്നം വരുന്നത്. നിങ്ങൾ ഇതിനകത്ത് കാലാകാലങ്ങളായി ഇവിടെ സംഘപരിവാറും RSSഉം കൊണ്ടുവരുന്ന ചരിത്ര ആഖ്യാനം എന്ന് പറയുന്നത് ഇത് വൺ സൈഡഡ് ആണ്. ഇന്ത്യ മുറിക്കുവാൻ കാരണം എന്ന് പറയുന്നത് മുസ്ലിങ്ങളാണ്, നിങ്ങളാണ് ഇതിന്റെ റെസ്പോൺസിബിലിറ്റി ചിന്തയാണ്. അല്ലെങ്കിൽ പാകിസ്ഥാനിൽ അങ്ങ് ഇവിടെ ചിത്രം ഉയർത്തി കാണിച്ചു. അതായത് കലാപമാണ് പക്ഷേ അതിനെ വൺ സൈഡഡ് എന്ന് ആക്കി തീർക്കുകയാണ്, വംശഹത്യ എന്നാക്കി തീർക്കുകയാണ് എന്നാണ് കോൺഗ്രസിന്റെ നഗേഷൻ. അതാണ് ആചരണത്തിന്റെ ലക്ഷ്യം. ഇത് അനുസ്മരണം മാത്രമല്ല പറയുന്നത്.